സകലത്തിലാക്കും അധിപനും അവനാമുലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും താണുവന്നുലകത്തിൽ കുരിശേറി മാനവർക്കായി മരിച്ചുയിർത്തേകി ദാനമായി രക്ഷ നരർക്കായി. വെളിപ്പാട് 7:10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ദൈവസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരത്തിൻ്റെ ആവേശത്തോടെയുള്ള ആർപ്പുവിളിയാണിത്. ഇവിടെ രക്ഷ എന്ന പദം എന്താശയമാണ് നമുക്ക് നൽകുന്നത്? 14-ാം വാക്യത്തിൽ അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ കഷ്ടതയിൽ നിന്നുള്ള രക്ഷ എന്ന് ചിന്തിക്കാം. എന്നാൽ അത് മാത്രമല്ല, അതവരുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. പൂർണ്ണമായും ദൈവിക ദാനമാണ് രക്ഷ. അന്ന് മാത്രമല്ല, ഈ കാലത്തും രക്ഷ ദൈവദാനമാണ്, സൗജന്യമാണ്. പ്രിയമുള്ളവരെ, സ്വീകരിച്ചുവോ ഈ നിത്യരക്ഷയെ? പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, രക്ഷ പ്രാപിക്കാത്ത ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദാനമായി നൽകുന്ന ഈ രക്ഷ മനസ്സോടെ സ്വീകരിക്കുവാൻ അവരെയും അങ്ങ് സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.